വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അക്കൗണ്ടൻ്റ് ആൻഡ് കാഷ്യർ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അക്കൗണ്ടൻ്റ് ആൻഡ് കാഷ്യർ എക്സാം നവംബർ 7-ാം തീയതിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ തന്നിട്ടുള്ള 100-ൽ പരം ക്വസ്റ്റ്യൻസ്, 100ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുൻപ് ഡിസ്കസ് ചെയ്തു. 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എഴുതി വെച്ചാൽ മാത്രം പോരാ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും റിവൈസ് ചെയ്തിട്ട് തന്നെ പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രൊഡക്ഷൻ ദാറ്റ് ഫെയിൽസ് ടു മീറ്റ് ക്വാളിറ്റി ഓൺ ഡൈമെൻഷണൽ റിക്വയർമെൻറ്റ്സ് and hence has to be disposed of without further processing? Question ഒന്നുകൂടെ വായിക്കാം. What is the production that fails to meet quality on dimensional requirements and hence has to be disposed of without further processing? ആൻസർ വരുന്നത് സ്പോയിലേജ് ആണ്. സ്പോയിലേജ്. Income earned outside India is taxable for agricultural income which is earned outside India. outside India earn ചെയ്തിരിക്കുന്ന agricultural income ആണെങ്കിൽ it is taxable for ordinary resident. ordinary resident. agricultural income earned outside India is taxable for ordinary resident. Next question: which type of costing is applied when work is undertaken to customers' special requirements and each order of short term duration? order of short term duration. ഒന്നുകൂടെ വായിക്കാം. which type of costing is applied when work is undertaken to customers' special requirements and each order is short term duration? short term durationലുള്ള ഓർഡർ ആണ്. അങ്ങനെ വരുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ്? ജോബ് കോസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: for the purpose of income tax computation, whether daily allowance received by MP is exempted? അതായത് for the purpose of income tax computation, income tax computationൻ്റെ സമയത്ത് whether daily allowance received by an MP is exempted. MP-ക്ക് കിട്ടുന്ന ഡെയിലി അലവൻസ് എക്സംപ്റ്റഡ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഡെയിലി അലവൻസ് ഓഫ് MP എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എക്സംപ്റ്റഡ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: in contract costing what is the difference between work certified and cash received? in contract costing what is the difference between work certified and cash received? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത്. ഏതാണ്? റിറ്റൻഷൻ മണിയാണ് ആൻസർ. റിറ്റൻഷൻ മണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: process account is credited with the scrap value of. process account is credited with the scrap value of normal loss. answer normal loss. next question: where is the mistakes and errors detected while auditing are recorded? അതായത് where is the mistakes and errors detected while auditing are recorded? ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെയുള്ള എറേഴ്സ് അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? എവിടെയാണ്? ഓഡിറ്റ് നോട്ട്ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് കോൾഡ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് അലോക്കേറ്റഡ് in such a way that the work of one person is automatically checked by other? work of one person automatically checked by other. അത് എന്ത് അറേഞ്ച്മെൻ്റ് ആണ് എന്നാണ് ചോദിക്കുന്നത്. അതിനെന്താണ് പറയുന്നത്? ഇൻറ്റേർണൽ ചെക്ക് എന്നാണ് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which type of report is given by the auditor? which type of report is given by the auditor when he is satisfied with fairness of balance sheet? he is satisfied with the fairness of balance sheet and profit and loss account. അങ്ങനെ വരുന്ന സമയത്ത് which type of report is given by the auditor when he is satisfied with fairness? അല്ലേ, അവർ സാറ്റിസ്ഫൈഡ് ആയി. എന്തുമായിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്? സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഫെയർനെസ് ഓഫ് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അൺക്വാളിഫൈഡ് റിപ്പോർട്ടാണ് വരിക, ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which is the process used for calculating present value of cash inflow?
which is the process used for calculating പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഡിസ്കൗണ്ടിങ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the average annual amount of cash flow? Average annual amount of cash flow generated over the life of an investment. Average annual amount of cash flow generated over the life of an investment എന്നാണ് ചോദ്യം. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ARR, നിങ്ങൾക്കറിയാം ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, under which head the remuneration received by the people like doctors, architects, lawyers, etc. from their clients is treated? അപ്പോൾ ഇതൊക്കെ ഏത് കേസിലാണ്, ഏത് ഇൻകം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ ഇൻകം ടാക്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇത് ഏത് ഹെഡ്സ് ഓഫ് ഇൻകത്തിലാണ്? ഇൻകം ഓഫ് ആർക്കിടെക്ട്സ്, ഡോക്ടേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷനിലാണ് വരിക. പിന്നെ അടുത്തത് അതുപോലെ CA ആണെങ്കിൽ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിലും ഇൻകം ഫ്രം പ്രൊഫഷൻ ആണല്ലോ, ഇൻകം ഫ്രം പ്രൊഫഷൻ എന്ന കേസിലാണ് അത് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കാഷ്വൽ ഇമോലുമെൻറ്റ് ഫീ ഓർ പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ടു ആൻ ഓഫീസ് ഓർ പൊസിഷൻ ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്? In addition to salary or wages, if any benefit is provided to the employees, അതിനെ നമ്മൾ എന്താണ് പറയുക? പെർക്യൂസിറ്റ്സ് എന്നാണ് പറയുന്നത്. ആൻസർ വരുന്നത് പെർക്യൂസിറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ടെക്നിക് ഓഫ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ഇൻ വിച്ച് ദർ ഈസ് നോ ഫോർമൽ മീറ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ്? ദർ ഈസ് നോ ഫോർമൽ മീറ്റിംഗ് ഓഫ് പാർട്ടിസിപ്പൻസ് ആൻഡ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഏത് മെത്തേഡാണ്? ഡെൽഫി മെത്തേഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, under which section voluntary return of income tax is filed? Under which section voluntary return on income tax is filed? Voluntary return on income tax എന്ന് പറയുന്നത് 139(1), സെക്ഷൻ 139(1) ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പാർട്ടി അസസ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ്. എക്സ് പാർട്ടി അസസ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് അക്കൗണ്ട് ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് വെൻ ക്ലോസ്ഡ്? ഇൻ വിച്ച് അക്കൗണ്ട് ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്, അതെവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ജനറൽ റിസർവ് അക്കൗണ്ടിലേക്കാണ്. ജനറൽ റിസർവ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കാറ്റേഴ്സ് ടു അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻസ് ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ റിസൾട്ടിംഗ് ഗുഡ്വിൽ ഓർ റിസർവ്? വിച്ച് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കാറ്റേഴ്സ് ടു അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഏത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡാണ്? അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിസൾട്ടിംഗ് ഓഫ് ഗുഡ്വിൽ ആൻഡ് റിസർവ് അത് വരുന്ന സമയത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതാണ് എന്നാണ് ചോദ്യം. നമ്മൾ ഒരുപാട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് AS 14 ആണ്. AS എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 14 ആണ്, 14. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which year limited liability act was passed? In which year limited liability act was passed? ഏത് ഇയറിലാണ്? 2008 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ ഡിവിഡൻഡ് റെക്കമെൻഡഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡിവിഡൻഡ് ആണ്? പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഈസ് കോൾഡ്. പ്രിൻസിപ്പൽ റവന്യൂ പ്രൊഡ്യൂസിംഗ് ആക്ടിവിറ്റി ഓഫ് ആൻ അണ്ടർടേക്കിംഗ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് അനദർ നെയിം ഫോർ മൾട്ടിപ്പിൾ സ്റ്റോർ. മൾട്ടിപ്പിൾ സ്റ്റോറിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ചെയിൻ സ്റ്റോർസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the producer uses several channels simultaneously to distribute his goods. When the producer used several channels simultaneously to distribute his goods, അങ്ങനെ വരുന്ന സമയത്ത് മൾട്ടി ചാനലാണ്. സെവറൽ ചാനൽസ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഹിസ് ഗുഡ്സ്. അപ്പോൾ ഏതാണ്? മൾട്ടി ചാനൽ മാർക്കറ്റിംഗ് ആണ്.
Next question, what is the residual interest in assets of the company after deduction of its liabilities? What is the residual interest in the assets of the company after deduction of its liabilities? ഏതാണ് ആൻസർ വരുന്നത്? ഇക്വിറ്റി ആണ് ആൻസർ. Next question, what are the events that arise after preparing the financial statements? What are the events arise after preparing the financial statement? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം എറൈസ് ചെയ്യുന്ന ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗെറ്റിംഗ് ദ ഓർഡർ ഈസ് getting the order is called എന്താണ്? Closing the sale. Getting the order is called closing the sale. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി, വാട്ട് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് ലൈഫ് ഇൻഷുറൻസ്? വാട്ട് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് ലൈഫ് ഇൻഷുറൻസ്? ലൈഫ് ഇൻഷുറൻസ് ഈസ് എ ഗ്യാരണ്ടി കോൺട്രാക്റ്റ്. ഒരു ഗ്യാരണ്ടിയാണ് അല്ലേ? അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് അല്ലേ? അപ്പം എന്താണ്? ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഈസ് എ ഗ്യാരണ്ടി കോൺട്രാക്റ്റ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഒരു ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒട്ടും മടി വിചാരിക്കാതെ നന്നായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ബികോമിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ട്സ് മാത്രം നോക്കിയിരിക്കരുത്. ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ ബികോമിൽ പഠിച്ചിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ബിസിനസ് മാനേജ്മെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം, ബാങ്കിങ്, അതുപോലെ അക്കൗണ്ട്സ്, പിന്നെ ഇൻകം ടാക്സ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ വീഡിയോയിൽ തന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഒരുവിധം എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അക്കൗണ്ടൻ്റ് ആൻഡ് കാഷ്യർ എക്സാമിനും അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിനും തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഉദ്യോഗാർത്ഥികൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്